എല്ലാവർക്കും റദാൽസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഈസി എഗ് മിയോ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നോക്കാം. ഒരുപാട് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഹെൽത്തി സാൻഡ്വിച്ചാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള മയോനൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മുട്ട ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 ടീസ്പൂൺ നാരങ്ങ നീര്, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ കടുക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ പഞ്ചസാര. കടുകിൻ്റെ പൊടി ഓപ്ഷണലാണ്, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതിയാകും. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഇൻഗ്രീഡിയൻസൊക്കെ ആയിക്കഴിഞ്ഞു. ഇനി നമുക്കിതൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നവരെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മളിവിടെ അടിച്ചെടുത്ത മയോനൈസ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിനെ രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ മയോനൈസ് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കുറച്ച് ചേർത്താൽ മതിയാകും, കാരണം ടൊമാറ്റോ കെച്ചപ്പിലും ഉപ്പുണ്ട്. അപ്പോൾ അത് നോക്കി ടേസ്റ്റ് നോക്കിയ ശേഷം മാത്രം കൂടുതൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ മയോനൈസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങളെടുക്കുന്ന ബ്രെഡ് ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അളവിന് 6 സാൻഡ്വിച്ച് വരെ ഉണ്ടാക്കാം. പിന്നെ വലിയ സാൻഡ്വിച്ച് ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 സാൻഡ്വിച്ച് ഈ അളവിലുള്ള മയോനൈസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് എഗ്ഗും അതുപോലെ തന്നെ വെജിറ്റബിൾസും കൊണ്ടൊരു ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടി ആഡ് ചെയ്യാം. ഇതിനാദ്യം നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സാൻഡ്വിച്ചിലേക്ക് ആവശ്യത്തിനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് ക്യാരറ്റ്, 1 സവാള, ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം, ഒരു ചെറിയ ടൊമാറ്റോ, 1 കപ്പ് ക്യാബേജ് നീളത്തിൽ അരിഞ്ഞത്. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബീറ്റ് ചെയ്തിട്ടുള്ള എഗ് മിക്സ്ചറിലേക്ക് നമുക്ക് ഓരോ വെജിറ്റബിൾസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഇങ്ങനെ നീളത്തിന് തന്നെ അരിയണം നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പിന്നെ കാണാനൊരു ഭംഗിക്കായിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതേ ഉള്ളൂ. ഓംലെറ്റിലേക്കായിട്ട് ഞാനിവിടെ ക്യാരറ്റും ക്യാബേജും അനിയനും മാത്രമേ ഇപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ക്യാപ്സിക്കവും ടൊമാറ്റോയും ബാക്കി കുറച്ച് അനിയനും നമുക്ക് മാറ്റി വെച്ചേക്കാം. അത് നമുക്ക് സാൻഡ്വിച്ച് അസംബിൾ ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റിനെയും ക്യാബേജിനെയും സവാളയും കൂടി നമുക്കിതിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഓംലെറ്റിൻ്റെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പാനിൽ ഒഴിച്ച് പൊരിച്ചെടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്തേക്കുക. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിനെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഒഴിച്ച ശേഷം എല്ലാ ഭാഗത്തേക്കും വെജിറ്റബിൾസിനെ സ്പ്രെഡ് ചെയ്ത ശേഷം നന്നായി ഒന്ന് അതിലേക്ക് അമർത്തി വെച്ച് കൊടുക്കുക വെജിറ്റബിൾസ്. അല്ലെങ്കിൽ നമുക്ക് സൈഡൊക്കെ ഫ്ലിപ്പ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. വെജിറ്റബിൾസൊക്കെ കൂടുതലുള്ളതുകൊണ്ട് മുട്ട കുക്കായി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത്രയും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്കിതിനെ ഇതുപോലെ അങ്ങ് ഫ്ലിപ്പ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത ശേഷം ഫ്ലിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിനെ ഇവിടെ 4 ആയിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസസും തിരിച്ചിടാം. ഇനിയപ്പോൾ ആ സൈഡ് കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. വെജിറ്റബിൾസ് മുട്ടയിലോട്ട് നേരെ അമർന്നിരിക്കാത്തത് കൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ വിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വെജിറ്റബിൾസ് നന്നായിട്ട് അമർത്തി വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ വെജിറ്റബിൾസ് ഇങ്ങനെ അടർന്ന് പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അതും സാൻഡ്വിച്ചിൻ്റെ അകത്ത് തന്നെ വെച്ച് കൊടുക്കാം. ഇനി സെയിം പാനിൽ തന്നെ ഞാൻ കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ബ്രെഡിനെ മുറിച്ചെടുക്കാം. എനിക്ക് സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ സാധാ ഹോൾ വീറ്റ് ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബ്രെഡ് എടുക്കുക. പിന്നെ സാൻഡ്വിച്ചിനായതുകൊണ്ട് തന്നെ സാൻഡ്വിച്ച് ബ്രെഡ് ആയിരിക്കും കൂടുതൽ നല്ലത്. ഫ്ലെയിം കുറച്ച് വെച്ച് കരിഞ്ഞു പോകാതെ നമുക്ക് ഈ ബ്രെഡിനെ 2 സൈഡും ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ബ്രെഡും ഫില്ലിങ്ങൊക്കെ നമ്മൾ എടുത്തു. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് അസംബിൾ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബ്രെഡ് സ്ലൈസിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്യുവാണ്.
അതിന് മുകളിലായി ലെറ്റ്യൂസ് ലീഫ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ഉണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ സാരമില്ല. അതിന് മുകളിലായി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ഓംലെറ്റിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കുക. ഇവിടെ ബ്രെഡ് ചെറുതായതുകൊണ്ട് ഞാൻ ഓംലെറ്റിനെ ബ്രെഡിൻ്റെ അകത്ത് നിൽക്കാനുള്ള പാകത്തിനായി കുറച്ചുകൂടി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച മയോണൈസ് ഒരു വലിയ ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലായി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതിൽ നിന്ന് കുറച്ച് സവോളയും ക്യാപ്സിക്കവും ടൊമാറ്റോയും ഇതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിംഗ് എല്ലാം ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബ്രെഡ് സ്ലൈസിനെ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കാം. ഒരുപാട് അങ്ങ് അമർത്തണ്ട, ചെറുതായി ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. കെച്ചപ്പ് സ്പ്രെഡ് ചെയ്യുന്നു. ലെറ്റ്യൂസ് ലീഫ് വെച്ച ശേഷം ഓംലെറ്റ് പീസ് വെച്ച് കൊടുക്കാം. മുകളിലായി മയോണൈസ്, വെജിറ്റബിൾസ് ആഡ് ചെയ്ത ശേഷം ബ്രെഡ് സ്ലൈസ് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ 6 സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നോർമൽ ബ്രെഡ് ആയതുകൊണ്ടാണ് എനിക്കിവിടെ 6 സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റിയത്. സാൻഡ്വിച്ച് ബ്രെഡ് ആകുമ്പോൾ കുറച്ച് വലുതായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ 4 ഓംലെറ്റ് പീസസ് കൊണ്ട് നമുക്കിതുപോലത്തെ 4 വലിയ സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെജിറ്റബിൾസിനോട് വലിയ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ താല്പര്യത്തോടെ വെജിറ്റബിൾസ് കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയ ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി ചാനൽ വിസിറ്റ് ചെയ്യുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.